ഈ ഒരുങ്ങി കിട്ടി രാവിലെ എങ്ങോട്ടാണെന്നല്ലേ? അതേ കണ്ണൊന്ന് കാണിക്കാൻ പോവാൻ കേട്ടോ. കുറച്ച് ദിവസമായിട്ട് കണ്ണിന് നല്ല മൂടലുണ്ട്. ആദ്യം വലിയ കാര്യമാക്കിയില്ല, ചെറിയ മങ്ങലൊക്കെ പോലെ ആയിരുന്നു. ഇപ്പോൾ ഒന്നും വായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്നലെ ഇപ്പം ഞാൻ ലൈവിൽ പോയപ്പോൾ എനിക്ക് മെസ്സേജ് പോലും വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് മെസ്സേജ് വായിച്ച് തരുവാണ് ചെയ്തത്. അപ്പം ഭയങ്കര മൂടലാണ്. അപ്പം എന്താണെന്ന് നോക്കാൻ പോവാണ് കേട്ടോ. ഒന്നും വരാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് പോണത്. കണ്ണല്ലേ, എന്ത് ചെയ്യാന്ന് അറിയില്ലല്ലോ. ഞാൻ 121 സങ്കീർത്തനം വായിച്ചിട്ടാണ് ഞാൻ പോണത്. കാരണം അതിനകത്ത് പറയുന്നുണ്ട്, എന്താ പറയുക, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു, എൻ്റെ സഹായം ആകാശ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളെ സഹായിക്കാൻ ഈ ലോകത്ത്, ഭൂമിയിൽ നമ്മളെ സഹായിക്കാൻ, അതായത് 24 hours നമ്മുടെ ജീവിത അവസാനം വരെ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരാൾ ദൈവമാണ്. അപ്പം ആ ദൈവം എന്നെ കൈവിടില്ല, ഒന്നും വരത്തില്ല എന്നൊരു വിശ്വാസത്തോടെയാണ് ഞാൻ പോണത്. അപ്പം പോയിട്ട് വന്നിട്ട് കാണാം കേട്ടോ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. ഇന്നലെ ഇന്നലെ പെങ്ങളൂട്ടിയാക്കി. സഹിച്ചേട്ടാ, പെങ്ങളൂട്ടി ഹോസ്പിറ്റലിൽ പോകണേ. ഇന്നലെ എൻ്റെ ലൈവ് വന്ന എല്ലാവരോടും ഞാൻ പറയാണ് കേട്ടോ, ഹോസ്പിറ്റലിൽ പോകണമെന്ന് ആയിരിക്കുമോ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം ഞാനതുകൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പെങ്ങളുട്ടിയല്ലേ ഞാൻ. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ. എന്താ പറയുക, ഇപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലല്ലോ, ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടല്ലേ. അപ്പം നിങ്ങൾ എങ്ങനെയാ പ്രാർത്ഥിക്കാല്ലേ? എന്നാൽ ഇന്നലെ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ, അപ്പം ഒരുപാട് സന്തോഷം. ആ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. അപ്പം പോയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇതേ വണ്ടിയിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് മങ്ങാട്ടുകവലയാണ് കണ്ണ് കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോണത്. അപ്പൊ മങ്ങാട്ടുകവല എത്തിട്ടോ. ഇതാണ് മങ്ങാട്ടുകവല. ചെറുതായിട്ട് ഷെയ്ക്ക് ഉണ്ടാവേ, സോറിയേ. മങ്ങാട്ടുകവലയിന്ന് റൈറ്റ് എടുത്ത് പോണം. അപ്പൊ ഇതാണ് മങ്ങാട്ടുകവല. നല്ല ഷെയ്ക്ക് ഉണ്ട്. അപ്പൊ ഇവിടെ തന്നെയാണ് ഹോസ്പിറ്റലല്ല, നമ്മുടെ വീട്ടിൽ ചെന്നൊരു ഡോക്ടറെ കാണുവാണ് കേട്ടോ. ഇപ്പം ഇത് ഡോക്ടർ മേരിക്കുട്ടി ജോസ്. ഞാൻ ആദ്യമായിട്ട് പോവാണ്. ഇവിടെയാണ് കേട്ടോ പോകുന്നത്. മുമ്പിലേക്കാണോ? അപ്പൊ ഇത് കണ്ണിൽ മരുന്ന് വെച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആദ്യം വെയിറ്റ് കേട്ടോ. അപ്പൊ എന്താന്നുള്ളത് പറയാവേ. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നില്ല, വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടിന് തൊട്ടിപ്പുറത്തെത്തി. അപ്പൊ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ട് ഫുഡ് എന്തെങ്കിലും വാങ്ങണം. ഞാൻ കണ്ണിൽ മരുന്ന് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ 5 മണിക്കൂർ നേരത്തിന് കണ്ണൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ വെയിലത്തേക്കൊക്കെ നോക്കുമ്പോൾ ഒരു ചുളിവിളിപ്പില്ല കണ്ണിന്, അതുപോലെയാണ്. അപ്പൊ ഞരമ്പിന് ചെറിയൊരു പ്രശ്നം, ഒരു വീക്കം പോലെയുണ്ട്. സ്ട്രെയിൻ എടുത്തിട്ട് പിന്നെ ഞാനൊരു മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് അങ്ങനെ കണ്ണിന് ചെറിയൊരു പ്രശ്നം വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് 6 മാസം ആയി കഴിക്കുന്നത്. അപ്പൊ അത് നിർത്താൻ പറഞ്ഞു. അപ്പൊ അതാണ്. അപ്പൊ സ്ട്രെയിൻ ഭയങ്കരമായിട്ട് 3-4 മാസമായിട്ട് നമ്മൾ ഈ മൊബൈലിൽ തന്നെ ഇങ്ങനെ എഡിറ്റിങ് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ലാപ്പല്ല, ഫോണാണ് എഡിറ്റിങ്ങിന് ഉപയോഗിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ലാപ്പിലായിരുന്നെങ്കിൽ അത്ര പ്രശ്നം വരില്ല. ഇനിയിപ്പോൾ ലാപ്പിൽ ചെയ്ത് നോക്കണം. അതുകൊണ്ട് എന്താ പറയുക, കണ്ണിന് നല്ല സ്ട്രെയിൻ ഉണ്ടായിരുന്നു. പിന്നെ കണ്ണിൻ്റെ സ്ട്രെയിനിൻ്റെയും പിന്നെ ആ മരുന്നിൻ്റെ ഒരു സൈഡ് എഫക്റ്റിന് പറഞ്ഞിട്ടൊരു ഞരമ്പിന് ചെറിയൊരു വീക്കം പോലെയുണ്ട്. അപ്പോൾ 2 മാസത്തിന് മരുന്ന് കഴിക്കണം, ഒരു ടാബ്ലറ്റ്. പിന്നെ കണ്ണിൽ 4 നേരം മരുന്ന് ഒഴിക്കണം, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം കിടക്കാൻ നേരത്ത്. അപ്പോൾ പിന്നെ നമ്മൾ ഒത്തിരി സ്ട്രെയിൻ എടുക്കുന്ന ഒരു ഇതായതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ എഡിറ്റിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഗ്ലാസ് വയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇത് പിന്നീട് നമ്മുടെ കണ്ണിൻ്റെ പവർ കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ ഇച്ചിരി പ്രശ്നമുണ്ട് കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് വെക്കണമെന്ന് പറഞ്ഞു. ഗ്ലാസ് നമ്മൾ ഓർഡർ ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ. എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് ചെറിയൊരു കണ്ണിനായതുകൊണ്ട് എനിക്ക് നല്ലൊരു പേടി പോലെ ഉണ്ടായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ടെൻഷൻ വെച്ചിട്ട് എന്താണ് കാര്യം. ഇപ്പൊ കണ്ടോ, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പ്രശ്നം വെച്ചാൽ ഇങ്ങനെ ചെറിയ പ്രശ്നം, അല്ലാണ്ട് ഞാൻ പേടിച്ചോലൊന്നുമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് കാര്യം ജീവിതത്തിൽ വരുന്നിടത്ത് വെച്ച് കാണുക. നമ്മുടെ ദൈവം നമുക്കൊന്നും വരത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിൽ എനിക്ക് നല്ല വിശ്വാസം പ്രതീക്ഷയുണ്ട്. ദൈവം ഒന്നും വരത്തില്ല. ഞാൻ ഓർത്ത്
നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിരിക്കുമെന്ന് പക്ഷേ ദൈവം കാത്തു. പിന്നെ കാണാട്ടോ, 5 മണിക്കൂർ കഴിഞ്ഞാൽ ഇനി കണ്ണിനൊരു ഇതാവുള്ളൂ. പിന്നെ കാണാട്ടോ. അപ്പം ഞാൻ ദേ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ ബൈബിൾ വായിക്കാൻ കേട്ടോ, 138-ാം സങ്കീർത്തനം. അത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഒരു കാര്യം ദിവസം നമുക്ക് ദൈവം സാധിച്ചു തരുമ്പോൾ ഞാനത് നന്ദിയായിട്ട് അങ്ങനെ പറയും. അപ്പം കണ്ണിന് നല്ല ഇനിയുണ്ട് 3 മണിക്കൂറും കൂടെ, 3-3.5 മണിക്കൂർ. ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കണം. എങ്ങനെ കഴിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാണ്, ദൈവം എന്തായാലും വേറൊന്നും വരുത്തിയില്ല. സന്തോഷം. ഇവർ ഇത്തിരി ടെൻഷൻ വെച്ചിട്ട് ധൈര്യമൊക്കെ കാണിച്ചിട്ട് ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു കണ്ണായതുകൊണ്ട്. കണ്ണുള്ളപ്പോൾ പോലും നമ്മളെയൊന്നും ആരും നോക്കാനോ ഒന്നും അല്ലേ, എല്ലാവരും നമ്മുടെ കൂടെ കാണും എത്ര നാള്. അപ്പം കണ്ണില്ലാത്തൊരവസ്ഥ എന്ന് ചിന്തിക്കാൻ, കാഴ്ച പോയൊരവസ്ഥ നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ എനിക്കൊരു വലിയൊരു അനുഭവം ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ കുറച്ചു നേരം കണ്ണ് മരുന്ന് ഒഴിച്ചിട്ട് ഇങ്ങനെ അടച്ചിരുന്നപ്പോൾ തന്നെ ദൈവമേ എന്തൊരു ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പോൾ ഞാൻ ഓർക്കുക, ദൈവമൊക്കെ നമ്മൾ എന്തോരം അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നിട്ട് മനുഷ്യന്റെ അഹങ്കാരവും കാര്യങ്ങളൊക്കെ, നമ്മുടെ അഹങ്കാരം കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു നിമിഷം മതി കേട്ടോ, നമ്മുടെ കാഴ്ച അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ആലോചിക്കുക, ദൈവം കാഴ്ചക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലോ, എന്തായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഓർക്കും, അപ്പോൾ കാഴ്ചയ്ക്ക് കുറവുള്ള, കാഴ്ചയില്ലാത്ത നമ്മുടെ സഹോദരങ്ങളുടെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. ദൈവമേ അവർക്കൊക്കെ അങ്ങനെയൊന്നും ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇങ്ങനെ കുറച്ചെങ്കിലും ഒന്ന് അവനവൻ്റെ കാര്യങ്ങൾ നടത്താനുള്ള കാഴ്ചയെങ്കിലും കൊടുക്കണേന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് ഈ മൂഡിൽ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അപ്പോൾ എന്തായിരിക്കും എന്നുള്ളത്. അപ്പം നമ്മൾ മനുഷ്യരൊരിക്കലും അഹങ്കരിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇപ്പം ഒന്ന് ചിന്തിച്ച് നോക്കി, എനിക്കിപ്പോൾ കാഴ്ചയുടെ വേറെ എന്തെങ്കിലും ഉണ്ട് കണ്ണിൻ്റെ കാര്യം എന്ന് ഓർത്ത് നോക്കി, നമുക്ക് കാലോ കയ്യോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് എങ്ങനെയും വീൽ ചെയറിലാവാം. പക്ഷെ കാഴ്ചയുടെ ശക്തി എന്തെങ്കിലും സംഭവിച്ചായിരുന്നു. അപ്പോൾ ദൈവം ഒരുപാട് എന്താ പറയുക, എന്നെ എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ദൈവത്തിന് നന്ദിയുണ്ട് എന്നെ അനുഗ്രഹിച്ചതിന്. എന്താ പറയുക, എനിക്ക് എന്താ പറയുക, എൻ്റെ പ്രാർത്ഥന കേട്ടതിന് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് കേട്ടോ. അത് ദൈവം കേട്ടതാണ്. ഇന്നലെ ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. ഇന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇന്ന് തന്നെ പോയത്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഇന്നലെ ലൈവിൽ വന്ന ഒരുപാട് പേര് അല്ലേ, അതിൽ പേരെടുത്ത് പറയാൻ ആരൊക്കെയായിരുന്നു, സൈചേട്ടൻ, പിന്നെ തിരുമേനി, പിന്നെ മോള ആയിഷ, എന്തായിരുന്നു, അഷൈന, കുറേ പേരുണ്ട് കേട്ടോ. പേര് പറയാത്തല്ല, സോറി, ഞാൻ മറന്നുപോയതാണ്. കുറേ പേരുണ്ട്. അപ്പം എല്ലാവർക്കും താങ്ക്സ്. ഇനി ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കട്ടെ കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താ പറയുക, നമുക്ക് ആരോഗ്യമുള്ളപ്പം നമ്മൾ ആരും അഹങ്കരിക്കരുത്. നമ്മുടെ എല്ലാം നമ്മുടെ എന്ത് ആരോഗ്യം നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ എന്ത് വന്നാലും നമുക്കൊരു നിമിഷം മതി. അപ്പം ഉള്ളവര് ഇല്ലാത്തവരെ പുച്ഛിക്കരുത്, ഉള്ളവര് അത് വലിയ ഇതായിട്ട് കാണരുത്. കാരണം നമ്മൾ നല്ല രീതിയിൽ തന്നെ ആവണം എന്ത് കാര്യങ്ങളും. അപ്പം അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ദൈവത്തെ അറിഞ്ഞ് നല്ല രീതിയിൽ നല്ല എല്ലാവരോടും സന്തോഷത്തോടെ സ്നേഹത്തോടെ സമാധാനത്തോടെ ഒക്കെ നമുക്ക് എന്ത് ദൈവം അനുഗ്രഹം തന്നാലും നമ്മൾ അഹങ്കരിക്കരുത്. നമുക്ക് തരുന്ന ദൈവത്തിന് അത് നഷ്ടപ്പെടുത്താനും പറ്റും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ദൈവത്തിന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു, എനിക്ക് ഇങ്ങനൊരു സൗഖ്യം തന്നതിന്. എന്ന് വെച്ചാൽ എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലാതിരുന്നതിന് അത്രയ്ക്ക് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ധൈര്യവും വിശ്വാസവും പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ദൈവം വരുത്തില്ല എന്നുള്ളത്. കാരണം ദൈവത്തിന് എന്നെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് എന്തെങ്കിലും കണ്ണിന് പ്രശ്നം, എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ അപ്പം തന്നെ, ഞാൻ ഇത്രയും നാൾ വെച്ചുകൊണ്ടിരുന്നു, നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അപ്പം തന്നെ ഒന്ന് പോയി നോക്കണം. അപ്പോൾ അങ്ങനെ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യാതിരിക്കല്ലേ. അപ്പോൾ എത്രേ ഉള്ളൂ. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, കിടക്കണം, അങ്ങനെ ഇരിക്കാൻ പാടില്ല. 5 മണിക്കൂർ ആവണ്ടേ കണ്ണിലേത് മാറണമെങ്കിൽ. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഓക്കെ, ഈ സ്നേഹം ഇനി എന്നും ഉണ്ടാവണം കേട്ടോ. അപ്പം ശരി. അപ്പൊ വന്നിട്ട് ഞാൻ ചോറുണ്ണുവാണ് കേട്ടോ. എനിക്ക് കാണാൻ പറ്റുന്നില്ല, കറികൾ ഏതൊക്കെയാന്ന് പറയാൻ പറ്റില്ല. ഒരു ഊഹം വെച്ചത് ക്യാബേജാന്ന് തോന്നുന്നു. ഇവയൊന്നും കാണത്തില്ല. നാരങ്ങ അച്ചാറ്. അയ്യോ, ഇതെന്തുവാണോ, പയറാന്ന് തോന്നുന്നു. ഇതെന്തുവാന്ന് എനിക്ക് അറിയത്തില്ല, നോക്കട്ടെ. മത്തങ്ങയും പയറും കൂടെ. മീൻ്റെ എന്തോ അതിനകത്തേക്ക് ആയതാ. പിന്നെ ഇതെന്തോ മീനിന്റെ എന്തൊരു സംഭവം ഉണ്ട്. പിന്നെ എന്നാണോ നോക്കട്ടെ. ഇത്രയൊക്കെ ഉള്ളൂന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഒന്ന് ചമ്മന്തിയാന്ന് തോന്നും. പിന്നെ അച്ചാറുണ്ടതേ. പിന്നെ മീൻവറുത്ത് മേടിച്ചു കൊള്ളുക, കേരക്കറി ഉണ്ട്, സാമ്പാറുണ്ട്, പരിപ്പ് ചാറുണ്ട് കേട്ടോ.
സോറി ഈ കൈ കൊണ്ട് വെച്ച് അയ്യോ മൊത്തത്തിലൊരു അത് പുളിശ്ശേരിയാണേ, പരിപ്പ് ചാറല്ല, പുളിശ്ശേരിയാണ് കേട്ടോ. മീൻ വറുത്തൊക്കെ ഞാൻ ഇങ്ങനെ എടുക്കുമൊന്നും തോന്നല്ലേ. ഒന്നാമത് പകുതി കാഴ്ചയേ ഉള്ളൂ. ഈ മൂടിയിരിക്കുന്നത് 5 മണിക്കൂർ കഴിയണം. പിന്നെ ഇത് ഇച്ചിരി സാമ്പാറാണേ. ഇപ്പൊ പുളിശ്ശേരി എടുക്കാം നമുക്ക്. ഞാൻ ഇത്ര ചോറുണ്ടല്ല, അതിനകത്ത് ആക്കുകയും ചെയ്തു. ആവട്ടെ. നമ്മളോടത്ത് ചോറ് വാങ്ങാറില്ല, ഇവിടെ വീട്ടിൽ നല്ല ടേസ്റ്റാ. എന്തൊക്കെ ഏതൊക്കെയാന്നൊന്നും അറിയത്തില്ല, മുള്ളു തുടങ്ങുമെന്നൊന്നും അറിയത്തില്ല. അപ്പം ഇത്ര ഉള്ളു. ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ശരി.